എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. വെറുതെ എല്ലാ ക്യൂ നിന്ന് ആൾക്കാരിത് വാങ്ങിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മളെ കോഴിക്കോട് ബീച്ചിലെ ട്രെൻഡിങ് ഐറ്റം കൂന്തൽ നിറച്ചത്. ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി അതന്നെ കൂന്തൽ നിറച്ചത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നേരെ റെസിപ്പിയിലേക്ക് പോവാം. നല്ല വലിപ്പമുള്ള കൂന്തൽ തന്നെ ആയിക്കോട്ടെ കേട്ടോ. പിന്നെ വെല്ലുള്ളി, കറിവേപ്പിലയും മല്ലിയിലയും ചെറുതാക്കി അരിഞ്ഞത്, എരിവിനാവശ്യമുള്ള പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൂന്തളിൻ്റെ ചെറുകീന്നും വാലിന്നൊക്കെ ചെറുതാക്കി അരിഞ്ഞ് കുറച്ച് ഭാഗം വേണം കേട്ടോ. ഇനി മസാലാസ്: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, മുളക് പൊടി, കാശ്മീരി, പിന്നെ കുറച്ച് സാദായും ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി കുറച്ച് തേങ്ങ, വലിയ ജീരകം, ചെറിയുള്ളി, പച്ചമുളക്. അടുത്ത പ്രോസസ്സിങ്: മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങയും വലിയ ജീരകവും ഉള്ളിയും പച്ചമുളകും ഇട്ടൊന്ന് ക്രഷാക്കി എടുക്കുക. ഇതുപോലെ ഒന്ന് ക്രഷാക്കണം കേട്ടോ. ഇനി സ്റ്റൗ ഓണാക്കി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ, അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ആവുക. ഇനി അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെല്ലുള്ളി ചേർത്ത് കൊടുക്കുക. വെല്ലുള്ളി ആകുമ്പോൾ നമ്മൾ ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ, നമ്മൾ കൊത്തി അരിഞ്ഞെടുക്കില്ല, ആ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കാം. ഇനി അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. പച്ചമണം പോകുന്നവരെ വഴറ്റി കൊടുക്കണേ. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സാക്കി എടുക്കുക. പച്ചമണം പോകുന്നവരെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതാക്കി കട്ടാക്കി കൂന്തൽ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി സെറ്റാക്കി അടച്ച് വെച്ച് കൊടുക്കുക. കൂന്തലൊന്ന് വെന്ത് വരട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറുതാക്കി അരിഞ്ഞു കൊടുക്കണേ. കൂന്തൽ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ തന്നെ ക്രഷാക്കി വെച്ച തേങ്ങയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടി നല്ലോണം മിക്സാക്കി കൊടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ആക്കാം കേട്ടോ. ഫില്ലിങ് റെഡിയാക്കി ഇനി ഇത് നിറച്ച് കൊടുക്കലാണ്. ഈർക്കിലി കിട്ടാത്തതുകൊണ്ട് ടൂത്ത് പീക്കാണ് കേട്ടോ എടുത്ത്. കൂന്തലിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുത്തി കൊടുക്കാനാണ്. ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂന്തൽ കുത്തി നിറച്ച് ഫില്ലാക്കണ്ട കേട്ടോ. കാരണം കൂന്തൽ വേവുമ്പോൾ അത് ചുരുങ്ങിപ്പോവും. അതുകൊണ്ട് 1/4 ഭാഗം ഫില്ലാക്കിയാൽ മതി. പിന്നെ ഫില്ലാക്കുമ്പോൾ മസാല താഴേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് തലഭാഗം വേണമെങ്കിൽ ഇതുപോലെ സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് ഭാഗം ഇതൊന്ന് വെച്ച് കുത്തി കൊടുക്കുക. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ടൂത്ത് പീക്ക് ഉണ്ടല്ലോ, അത് വെച്ച് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുക. കൂന്തൽ വാങ്ങിക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള തന്നെ ആയിക്കോട്ടെ കേട്ടോ, എന്നാലേ നല്ലോണം ഫില്ലാക്കാൻ പറ്റൂ. അങ്ങനെ എല്ലാ കൂന്തലും സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാ കൂന്തലും അതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോട്ടിങ് പോവാതിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. അധികം ലൂസാവേണ്ട, ഓവർ തിക്കും വേണ്ട. അങ്ങനെ ആ ഒരു രീതിയിൽ മസാല റെഡിയാക്കി എടുക്കുക. കൂന്തലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം കൂന്തലിൽ പുരട്ടി കൊടുക്കുക കേട്ടോ. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ വെളിച്ചെണ്ണ തന്നെ എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ സൺഫ്ലവർ എടുത്താലും മതി. വെളിച്ചെണ്ണയാണ് ഒന്നുകൂടെ ടേസ്റ്റ്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ച് ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തിരുന്നു. മൂടി പിന്നെ തെറിക്കില്ലാന്ന് മനസ്സിലാക്കി മൂടിയൊക്കെ മാറ്റി കൊടുത്തു. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലോണം പൊരിച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് കുക്കായി വരട്ടെ. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ലിങ് ചെയ്ത ശേഷം 7 മിനിറ്റ് ആവിയിൽ വേവിച്ചിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ഒരുപാട് രീതിയിൽ ഇത് പൊരിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വൈറലായ കൂന്തൽ നിറച്ചത് സെറ്റാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.